എന്താ സനി വീഡിയോകളൊക്കെ നിർത്തിയോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്കിപ്പോൾ ആൾക്കാരെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നീയൊക്കെ ഓസിന് ഫുഡ് കഴിക്കുന്നവന്മാരല്ലേ? കേരളത്തിലെ മിക്കവാറും ബ്ലോഗേഴ്സൊക്കെ ഓസിന് ഫുഡ് തട്ടിയിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. നമസ്കാരം. എന്താ സനി വീഡിയോകളൊക്കെ നിർത്തിയോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ വർഷമായി. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം സാധാരണക്കാരുടെ സംരംഭങ്ങളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിലൂടെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ നിങ്ങൾ ഈ പ്രൊമോഷൻസ് വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ പ്രൊമോഷൻസ് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ മിക്കവാറും ക്രിയേറ്റർമാരൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് വരുമാനമൊന്നും കിട്ടുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ക്രിയേറ്റർമാരൊക്കെ എന്ന് പറയുമ്പം ഈ ഒരു വരുമാനം കൊണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പലരുടെയും ബുദ്ധിമുട്ടുകൾ ഞാൻ അറിഞ്ഞിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിട്ട് എനിക്ക് അവരെ സഹായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും പിന്നെ നമ്മുടെ കൂടെ വരുന്നവരുടെയൊക്കെ ഫുഡ് എക്സ്പെൻസും ട്രാവലിംഗ് എക്സ്പെൻസും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ തന്നെ നോക്കിയിട്ടാണ് ഓരോ ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഒരു 1.5 വർഷക്കാലമായിട്ട് മിക്കവാറും ചാനലിനൊക്കെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ചാരിറ്റി വീഡിയോകളിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായി. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിലൊക്കെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റാണ്, അതൊരു സ്പാമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ഈ അക്കൗണ്ട് നമ്പർ ഓരോ വീഡിയോകളിലും കൊടുത്തുകൊണ്ടാകാം നമുക്ക് ചാനലിന് ഷാഡോ ബാൻ അടിക്കാം. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ആൾക്കാരെ സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻകം മാത്രം നോക്കി മുന്നോട്ട് പോയിട്ടുള്ളൊരു ക്രിയേറ്ററാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൊമോഷൻസ് ചെയ്യുന്നത്. പ്രൊമോഷൻസ് വീഡിയോസ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഓരോ ഷോപ്പുകളിൽ പോയിട്ട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്, സന്തോഷം. കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല സെയിൽ നടക്കാറുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളോടുള്ളൊരു വിശ്വാസമാണ്. അപ്പം വീഡിയോ കിട്ടാത്തവരോടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ പേര് സനീസ് മീഡിയ എന്നാണല്ലോ. നിങ്ങൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ സനീസ് മീഡിയ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോസ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം ആ ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന വീഡിയോസ് പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. പിന്നെ ഒരു കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ കൂടുതലായിട്ട് നിങ്ങളുടെ വാളിൽ പ്രത്യക്ഷപ്പെടാം. അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറയുന്നത്, നമ്മൾ പല സ്ഥലങ്ങളിലും പോയി വീഡിയോ ചെയ്യാറുണ്ട്. ഞാൻ പോയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ രസകരമായിട്ടുള്ള കമൻറ്റുകൾ വരും. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് കാശ് കൊടുക്കുന്നുണ്ടോ? നീയൊക്കെ ഓസിന് ഫുഡ് കഴിക്കുന്നവന്മാരല്ലേ? കേരളത്തിലെ മിക്കവാറും ബ്ലോഗേഴ്സൊക്കെ ഓസിന് ഫുഡ് തട്ടിയിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇപ്പം എന്നെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബർമാരെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പം ഞാൻ ആലപ്പുഴയാണ്. ഈ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം പല ഭാഗങ്ങളിലും ഞാൻ സഞ്ചരിക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നും ആ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്കുള്ള പെട്രോള്, എൻ്റെ കൂടെ വരുന്ന ആളുടെ ചിലവ്, അങ്ങനെ അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പം മൂക്കുമുട്ട നമ്മൾ കഴിച്ചിട്ട് അല്ലെങ്കിൽ വയറ് നിറച്ച് നമ്മൾ കഴിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കാശ് കൊടുക്കാതെ പോകുന്നത് ചെറ്റത്തരമാണ്. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെ ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഈ കമൻറ്റ് കണ്ടില്ലേ? ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് ക്രിമേഡിയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കുക, എന്നിട്ട് മിക്കവാറും യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഓസിന് ഫുഡ് കഴിക്കുന്നവരല്ലേ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നിങ്ങൾക്കറിയാം, നല്ല ചൂടാണ്. ഞാൻ മിക്കവാറും ബൈക്കിലാണ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. വഴിയിൽ കാണുന്ന ആൾക്കാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് പോകാറുണ്ട്. പണ്ടൊരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ആൾക്കാരുടെ സംരംഭങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ബൈക്കിൽ നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യാനുണ്ട്. ചൂടിനെയോ തണുപ്പിനോ ഒന്നും വകവെക്കാതെ നമ്മൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടാണ് ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം ഓരോ ക്രിയേറ്റർമാർക്കും നല്ല കഷ്ടപ്പാടുണ്ടാകും. കാരണം വീഡിയോകൾ നേരിട്ട് പോയി ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യുക. ചിലപ്പം പാതിരാത്രി വെളുപ്പാങ്കാലം വരെയൊക്കെ ഇരുന്നിട്ടായിരിക്കും ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ ക്രിയേറ്റർമാർക്കും അത്രത്തോളം എഫർട്ട് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കമൻറ്റ് ചെയ്യുന്ന, നെഗറ്റീവ് പറയുന്ന, ഫേക്ക് ഐഡികളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില ആൾക്കാർ, എനിക്കറിയാവുന്ന മിക്കവാറും ക്രിയേറ്റർമാരുണ്ട് കേരളത്തിൽ. അവരൊക്കെ മാന്യമായിട്ട് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇനി ആരെങ്കിലും, ഈ പുതിയ കുറച്ച് ചാനലുകളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ക്യാഷ് കൊടുക്കാതെ ഫുഡ് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പം അത് ബാധിക്കുന്നതെന്ന് പറയുമ്പം മൊത്തത്തിലുള്ള ക്രിയേറ്റർമാരെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ കൂടെ ഉണ്ടാകണം.
അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങളിലേക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ എത്തും കേട്ടോ. അപ്പോൾ ഈ ഒരു വിശേഷം പങ്കുവെക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നോക്കിയേ, ഇപ്പോൾ കൊയ്യാറായി കിടക്കുകയാണ്, നെല്ലൊക്കെ കൊയ്യാറായിട്ട് കിടക്കുകയാണ്. ഞാനിപ്പോൾ കുട്ടനാട്ടിലാണുള്ളത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന കൂട്ടത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി. അതാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്.